മഞ്ജു വാര്യർ പൊതുസമൂഹത്തോട് സംസാരിക്കേണ്ടി വരുന്ന ഒരു നിർബന്ധിതമായ ഒരു അവസ്ഥ വന്നാൽ അത് സത്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് അവരെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി അടക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ചോദിച്ച പോലെ മറ്റാരെങ്കിലും അവരുടെ ശബ്ദത്തിലോ അല്ലെങ്കിൽ അവരാണെന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിലോ നിങ്ങൾ പറയേണ്ടത്? ഞാനോ നിങ്ങളോ അല്ലല്ലോ പറയേണ്ടത്. അത് നിങ്ങളോ അല്ലല്ലോ അത് മറ്റാരെങ്കിലും ആണെന്ന് പറയേണ്ടത്. അത് അവരല്ലേ പറയേണ്ടത്. 180,000 ഇന്ത്യക്കാരെ ട്രംപ് നിർദ്ദയം പുറത്താക്കുന്നു, അവർക്ക് നാട് കടക്കേണ്ടി വരും എന്ന വാർത്ത വരികയും മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം വഷളാവുന്നു, ഇന്ത്യ പ്രതിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരികയും ഞാൻ അത്ഭുതത്തോടെയാണ് ആ വാർത്തകൾ കണ്ടത്. ഒരു അത്ഭുതം തോന്നണ്ട, കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ സനൽകുമാർ ശശിധരൻ നമ്മുടെ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് അങ്ങ് അമേരിക്കയിൽ പോയിരുന്നിട്ട് ഇന്നിപ്പോൾ ന്യൂസ് 18 ഇൻ്റർവ്യൂ കണ്ടു. അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ക്ലിപ്പാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ആദ്യം സീരിയസ്ലി മക്കളെ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, ന്യൂസ് 18 ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് ഇവനെ പോലുള്ളൊരു വളിയനെയൊക്കെ പോയിട്ട് പൊട്ടനെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഞാൻ ഇയാളെ ഈ രീതിയിൽ പൊട്ടനൊക്കെ പറയേണ്ട കേസ് അറിയോ? ആ ശബ്ദരേഖയുടെ കാര്യം കേട്ടോ. ഏതൊരു കുറച്ചെങ്കിലും ഒരു 5 പൈസയുടെ വിവരമെങ്കിലുള്ള ഏതെങ്കിലും മനുഷ്യന് മലയാളിക്ക് മനസ്സിലാവും അത് മഞ്ജുവാരുടെ ശബ്ദമല്ല, അതാരോ പറ്റിച്ചതാണെന്നുള്ളത്. പക്ഷെ ഇയാൾ ഇപ്പോഴും അത് ഇത്രയും ആധികാരികതയോട് കൂടിയിട്ട് ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞു കേൾക്കുന്ന സമയത്ത് ഇതിനെ എന്താ പറയുക, എന്ത് പൊട്ടെന്നാണ് വിളിക്കുക ഇതിനെ? സർട്ടിഫൈഡ് ഊള ഇതന്നെ പറയേണ്ടി വരും. അപ്പോൾ മിക്കവാറും നമ്മുടെ CM പിണറായി വിജയൻ സഖാവ് നമ്മുടെ മോദിജിയോട് സംസാരിച്ച് ട്രംപിനോട് സംസാരിച്ച് ബാക്കിയുള്ള 1,900,000 ചില്ലാനം എത്ര ഇന്ത്യക്കാരുണ്ടല്ലോ, ആ ഇന്ത്യക്കാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇതിനെ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് അവിടുന്ന് ഓടിക്കാനുള്ള മിക്കവാറും എല്ലാ ചാൻസും കാണുന്നുണ്ട്. കാരണം അതിലേക്കാണ് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അധികം സമയം കളയുന്നില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ന്യൂസ് 18 ഇയാളുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ പൊതുജനം എന്നുള്ള കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കോണ്ടന്റിന് വേണ്ടി നടക്കുന്ന ഒരു യൂട്യൂബർ, കോണ്ടന്റ് ദാഹിച്ച് നടക്കുന്ന ഒരു യൂട്യൂബർ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് ഈ ചങ്ങാതിയോട് ചോദിക്കാനുണ്ട്. എന്തൊക്കെയാണ് ഈ ചങ്ങാതി പറഞ്ഞു കൊടുത്തത്, എന്തൊക്കെയാണ് ഈ കൊച്ച് അമേരിക്കയിൽ നടക്കുന്നത് എന്നുള്ള കണ്ടീഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശശിയേട്ടൻ്റെ ഇൻ്റർവ്യൂയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ദയവേത് ലൈക്ക് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കുക. ഓവർ ടു മിസ്റ്റർ ശശിയേട്ടൻ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജു വാര്യർ എന്നോട് പറഞ്ഞത് അവരുടെ ജീവന ഭീഷണിയുണ്ട്. എന്നോട് ബന്ധപ്പെട്ടാൽ തന്നെ, ഞാനുമായിട്ട് കോൺടാക്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെയും അവരുടെ മകളുടെയും ജീവന ഭീഷണിയുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ബൈ ദ വേ ഒരു കാര്യം പറയാൻ മറന്നു. എന്നെ ഇന്നലെ പൃഥ്വിരാജ് വിളിച്ചിരുന്നു എമ്പുരാൻ്റെ ട്രെയിലർ ലോഞ്ചിന് വരാൻ വേണ്ടി. ഇന്നലെ 2 ദിവസം മുന്നേ എമ്പുരാൻ്റെ ട്രെയിലർ ലോഞ്ചിന് വരാൻ വേണ്ടിയിട്ട്. ഇനി അത് പൃഥ്വിരാജ് അല്ല എന്നുള്ളത് തെളിയിക്കണമെങ്കിൽ പൃഥ്വിരാജ് പറയട്ടെ. എന്നെ വിളിച്ചത് പൃഥ്വിരാജാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ശബ്ദരേഖയും പുറത്തു വിടാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും പൃഥ്വിരാജ് അല്ല എന്നുള്ളത്. പക്ഷേ അത് പൃഥ്വിരാജ് അല്ല എന്നുള്ളത് പൃഥ്വിരാജിനെ തെളിയിക്കട്ടെ. ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇയാളെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ന് കുട്ടി ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് അറിയാം. വന്ന് കുട്ടിശങ്കറിനോട് എനിക്ക് ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്ന പോലെ മഞ്ജു വാര്യർക്ക് പോയി കെട്ടിപ്പിടിക്കല്ലാതെ വേറെ മാർഗം ഉണ്ടായിരിക്കില്ല. കാരണം അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഈ മനുഷ്യൻ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ശബ്ദരേഖ പബ്ലിഷ് ചെയ്യുകയും അതേപറ്റി പുറം ലോകത്തോട് പറയുകയും ചെയ്തു. അതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു വലിയ വിഷയമായതുകൊണ്ട് സത്യമാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചത് സ്ത്രീകളുടെ സുരക്ഷേനെയും ഒരു സ്ത്രീനെ മാക്സിമം എംപവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. എന്റെ കൺസേൺ ആയതുകൊണ്ട് ഞാൻ സ്ത്രീയോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റോക്കിംഗ് ഉണ്ടല്ലോ. അതായത് ഒരാൾക്ക് അപകടം വരുന്നു എന്ന് മാത്രമല്ലല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഒരു പ്രണയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രണയമുണ്ട് എന്ന തരത്തിലൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആളുടെ വികാരത്തെ മാനിക്കാത്ത ഒരു കാര്യമായിരിക്കുമല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ 2 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ പുറത്തുവിട്ടത്. കാരണം അത് എന്നോട് അതല്ല, നീ മറുതായോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടാ നമ്മൾ കിലുക്കത്തെ ഡയലോഗ് പോലെ തോന്നുന്നു. ഇയാൾക്ക് തനിക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം കിട്ടോ, സീരിയസ് പ്രശ്നം തനിക്ക് വരാൻ പോവാണ്. എന്നോട് കോണ്ടാക്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ ജീവന ഭീഷണിയാണ് എന്ന് നിരന്തരം പറഞ്ഞത് കൊണ്ടാണ് ഞാനത് പുറത്തുവിട്ടത്. അതിനകത്ത് എന്ത് സ്റ്റോക്കിംഗ് ആണുള്ളത്? അപ്പൊ പിന്നെ ഈ പരാതി വന്നിരിക്കുന്നത് ഇപ്പോ ആദ്യത്തെ കേസിൽ കുറ്റപത്രം നൽകാതിരിക്കുകയാണ് ഈ രണ്ടാമത്തെ പരാതിയാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പരാതി കൊടുക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ. ഇല്ല, ഉറപ്പായിട്ടില്ല പരാതി കൊടുക്കേണ്ട സാഹചര്യം. ഇതിനകത്ത് ആകെ കൂടെ ഉള്ളത്, ഞാൻ ആ ശബ്ദരേഖ പുറത്തു വയ്ക്കുമ്പോ മഞ്ജു വാര്യർക്ക് ചെയ്യാവുന്നത് മഞ്ജു വാര്യർ പബ്ലിക്കായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കുകയോ ചെയ്യേണ്ടത്.
എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരണമെന്നില്ലല്ലോ. അത് ഓരോരുത്തർ ചോയ്സ് ആണല്ലോ. നിയമപരമായിട്ട് എനിക്ക് മിമിക്രി അറിയില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും മിമിക്രി അറിയുന്ന ആൾക്കാർ, മഞ്ജു വാര്യരെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പല ആൾക്കാരുടെ വീഡിയോസ് കാണുന്നത്, അങ്ങനെ ആരും മഞ്ജു വാര്യരുടെ യഥാർത്ഥ ശബ്ദം കേട്ടോ, സീരിയസ് ആയിട്ട് അതിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ താല്പര്യം മീൻസ് കഴിവുള്ള ആൾക്കാർ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അവരോടൊന്ന് പറഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ചിലവാക്കിയിട്ട് ഇയാൾക്കൊരു ഇത് കൊടുക്കുമോ ദയവ് ചെയ്ത്. ഈ പ്രശ്നം ഒന്ന് അവസാനിച്ച് കാണണം. കണ്ടൻറ്റാണ് സത്യമാണ്, നമുക്ക് നല്ല കാര്യം തന്നെയാണ് വീഡിയോ ചെയ്യാം. പക്ഷെ എന്നാലും സഹിക്കാൻ പറ്റണില്ല ഇങ്ങനൊരു മനുഷ്യൻ്റെ രോദനം. കണ്ണേക്കാളും ഭേദം എന്താ വെച്ചാൽ ആരെങ്കിലും, അല്ലെങ്കിൽ ആ പഴയ സൗണ്ട് എടുത്താലും മതി. ഒരു പക്ഷേ ചിലപ്പോൾ യഥാർത്ഥ മഞ്ജു വാര്യർ സംസാരിച്ച ഈ ചങ്ങായിക്ക് മനസ്സിലാവില്ല. കാരണം ഇയാൾ 2 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ മഞ്ജുവിൻ്റെ ആ മറ്റേ ശബ്ദമാണ്. ഇന്നലെ കേട്ടില്ലേ, ഇല്ലടാ പോയിടാ ഇറുക്കിടാ പോയാൽ മതിയല്ലോ. എല്ലാവരും പബ്ലിക്കായിട്ട് കാര്യങ്ങൾ പറയില്ലല്ലോ. നിയമപരമായിട്ട് ഇതിനു മുൻപ്, ഇത് ആദ്യമായിട്ടല്ലല്ലോ, ഇതിനു മുൻപ് 3 വർഷം മുൻപ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. അത് കള്ളക്കേസാണെന്ന് മഞ്ജു വാര്യർ തന്നെ ആ ശബരിമലയിൽ പറയുന്നുണ്ട്. ഇതുവരെ അതിനകത്ത് ഒരു തെളിവ് കൊടുത്തിട്ടില്ല, യാതൊരു തരത്തിലെ കേസ് മുന്നോട്ട് പോയിട്ടില്ല. അത് കുറ്റപത്രം നൽകാനിരിക്കില്ലേ, അത് തള്ളിപ്പോയിട്ടൊന്നുമില്ലല്ലോ. കേസ് കുറ്റപത്രം നൽകാനിരിക്കില്ലേ. 3 വർഷം ഒരു കേസിന് ആ കേസിന്റെ ആകെക്കൂടെ ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആ കേസിൽ എന്ത് കുറ്റപത്രമാണ് ഇനി 3 വർഷം കഴിഞ്ഞിട്ട് നൽകാനിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനകത്ത് യാതൊരു തരം നടപടി ഉണ്ടാകുന്നത്? എടാ പൊട്ട, കേരള പോലീസിന് വേറെയും പല പരിപാടികളുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അത്രയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസിനാണെങ്കിൽ വേറെ പണിയുണ്ട്. നിന്റെ ഈ ഭാര്യ ഈ അപ്പി കേസ് നടക്കലല്ല, ഇത് സ്വൈര്യമില്ലാണ്ടാണ്. സത്യത്തിൽ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ കാരണം, അല്ലെങ്കിൽ ന്യൂസ് 18 പോലുള്ള ആൾക്കാരാണ് കാരണം. കാരണം ഒരാളും ശ്രദ്ധിക്കാതിരുന്ന ഒരു ശശീനെ പിടിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്ത അടകോടന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇതിനൊക്കെ കുറ്റക്കാർ. അതിലിതുവരെയും മൊഴി രേഖപ്പെടുത്താത്തത് കുറ്റപത്രം നൽകിയതിന് ശേഷമായിരിക്കില്ലേ അതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുക സാധാരണ. കുറ്റപത്രം നൽകണമെങ്കിൽ അന്വേഷണം നടക്കണ്ടേ? അതിനകത്ത് മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്തണ്ടേ? 3 വർഷം വേണോ ഒരു കേസിൽ മൊഴി രേഖപ്പെടുത്താൻ? ഇപ്പോൾ നൽകിയ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തും. സത്യം പറഞ്ഞ ആങ്കറെ കിളി പോയി ഈ ചങ്ങായിന്റെ വർത്താനം കേട്ടിട്ടേ. അതൊക്കെ എന്നെ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസിൽ എന്നെ ഇങ്ങനെ നടുറോട്ടിൽ അറസ്റ്റ് ചെയ്യുന്നത് ഏത് നിയമത്തിന്റെ പേരിലായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തത്? അത് പോയിന്റ് കേട്ടോ. ഇപ്പൊ കൊടുത്ത പരാതി എന്താണ്? ഇപ്പൊ കൊടുത്ത പരാതി ഞാൻ 7 ദിവസം മുൻപ് ഞാനും മഞ്ജു വാര്യരുമായിട്ട് 2 വർഷമായിട്ട് സംസാരിക്കുന്നുവെന്നും അവരുടെ ജീവന ഭീഷണി ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞുവെന്നും അതിന്റെ ശബ്ദരേഖയാണ് ഇത് എന്നും പറഞ്ഞിട്ട് ഞാൻ പൊതുസമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ അത് അവരുടെ ശബ്ദരേഖ അല്ലെങ്കിൽ അത് അവർ പറയുകയല്ലേ ചെയ്യേണ്ടത്? ഇതെന്റെ ശബ്ദരേഖ അല്ല. എന്നെ അറിയാത്ത ആളല്ലല്ലോ മഞ്ജു വാര്യർ. എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അടുത്ത സിനിമ ചെയ്യാനിരുന്നപ്പോഴും അതിനകത്ത് അഭിനയിക്കാമെന്ന് തയ്യാറായ ആളാണ്. ഒരു രക്ഷപ്പെട്ടു നിന്റെ പടത്തിൽ ഇനി അഭിനയിക്കാത്തത്. എന്താ പറ്റുക ഇവിടെ കയറ്റോ ഭാഗ്യം, അതൊന്ന് ഇറങ്ങിക്കോട്ടെ. അല്ല അത് പറഞ്ഞാൽ സിനിമയല്ല, ആ കയറ്റം കയറിയുമ്പോൾ അവരൊന്ന് ഇറങ്ങിക്കോട്ടെ. വല്ലാത്തൊരു കയറ്റിൽ എത്തിയിരിക്കുകയാണ് നീ അവരെ കയറ്റി വിട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം പറയുന്നു, 2 വർഷമായിട്ട് ഞാനും മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കുന്നു. ഇതാണ് ശബ്ദരേഖ. അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ ജീവന ഭീഷണിയുണ്ട്, അവരുടെ മകളുടെ ജീവന ഭീഷണിയുണ്ട് എന്ന് ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നു. അപ്പൊ അവർക്ക് എടാ പൊട്ട, നല്ല വേർപിരിഞ്ഞ് കഴിയുകയാണെങ്കിലും അത്യാവശ്യം നല്ല 1ാം ക്ലാസ് ഒരു അച്ഛനുണ്ട്, ഒരു തന്തുണ്ട് അയാൾക്ക്. ആ കുട്ടിക്ക് ദിലീപ്, ആ കുട്ടീൻ്റെ കാര്യം നോക്കാൻ അയാൾ നോക്കിക്കോളും, ദിലീപ് നോക്കിക്കോളും. മനസ്സിലായോ? നീ വേണ്ട പൊട്ട. സനൽ, ഇത് ഞാനല്ല, ഞാനാണ് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാം. അതല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി പറയാം. ഇതൊന്നും ആരെങ്കിലും ഒരു ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ട് കൊടുക്കും ഇയാൾക്ക്. 8 ദിവസത്തിന് ശേഷം 8 10 ദിവസമായി തോന്നുന്നു ഒരു കേസ് അർദ്ധരാത്രി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ശ്രീ സനൽകുമാർ ശശിധരൻ, താങ്കളുടെ ആ ഒരു താങ്കൾ പറയുന്നതിന്റെ ആത്മാർത്ഥതയെ മാനിക്കുന്നു. പക്ഷേ ഇത് അപ്പുറത്തു നിന്ന് ഒരാൾ പറയുമ്പോഴാണല്ലോ ന്യൂസ് 18 ആങ്കറങ്ങളും വില കളയരുതട്ടോ. അയാളെ മാനിക്കാൻ പോയാല് വാലിഡേഷൻ ഉണ്ടാവുന്നത്. എല്ലാ കാര്യങ്ങളും അപ്പുറത്ത് നിന്ന് പറയുന്നതിന്റെ സത്യസന്ധത ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പുറത്ത് സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം 3 വർഷം മുമ്പ് ഒരു കേസ് കൊടുത്തപ്പോൾ തന്നെ അത് കള്ളക്കേസാണ് എന്ന് കൃത്യമാണ്. ആ കള്ളക്കേസാണെന്ന് അതിനകത്ത് ആ ശബ്ദരേഖ അവർ നിഷേധിക്കാത്തിടത്തോളം കാലം ആ ശബ്ദരേഖയിൽ അത് പറയുന്നുണ്ട്. എനിക്ക് തെറ്റുപറ്റിയൊന്നും അറിയില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഈ കേസിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഈ കേസിൽ എന്റെ കൺട്രോളില്ല, ഞാൻ അറിയാതെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് അതിൽ പറയുന്നു. അപ്പൊ അത് നിഷേധിച്ചിട്ടില്ല, അത് എന്റെ ശബ്ദരേഖയല്ലെന്ന് മഞ്ജു വാര്യർ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ കേസിൽ ഇതുവരെയും യാതൊരു തരം നടപടികളും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ ഇപ്പോ എന്റെ അറിവിൽ ഒരു സ്ത്രീയുടെ ജീവന ഭീഷണിയുണ്ട്, അവരുടെ മകളുടെ ജീവന ഭീഷണിയുണ്ട് എന്ന് അറിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കണോ? അതാണോ പൗരധർമ്മം? അയ്യോ, നീ മിണ്ടായിരിക്കണ്ട. പൗരധർമ്മം അമേരിക്ക വരെ എത്തി. അവിടുന്ന് കുറെ ആൾക്കാരെ പുറത്താക്കണ കൂട്ടത്തിൽ അവിടുന്ന് പുറത്തിറങ്ങി പോകേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ മിണ്ടാതിരിക്കുമോ? അല്ല ശ്രീ സനൽകുമാർ ശശിധരൻ, ഈ ഓഡിയോ ഈ പറയുന്ന നടിയുടേതാണ് എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് സ്ഥിരീകരിക്കാത്ത ഒരു സ്ഥിരീകരിച്ചു, അത് അവരുടെ അല്ല.
നമ്മൾ സ്ഥിരീകരിച്ചു, കുറേ ആൾക്കാർ സ്ഥിരീകരിച്ചു, ഒരുപാട് പേര് സ്ഥിരീകരിച്ചു, സ്ഥിരീകരിക്കാത്ത ഒരാളും കണ്ടിട്ടില്ല. ഒരാളുണ്ടല്ലേ, KM ഷാജഹാൻ. പറയുന്നുണ്ട് ഇത് ആർക്കും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു ഓഡിയോ ഒരു പ്രമുഖ നടിയുടേതാണെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പൊതുജനം വിശ്വസിക്കുക? അതിനെന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടോ? ഞാൻ പറഞ്ഞത് 2 വർഷം മുമ്പ് മഞ്ജു വാര്യർ എന്നെ ഒരു ഫേക്ക് ഐഡിയിൽ ബന്ധപ്പെട്ടു. കാരണം അവർക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാനുള്ള അവസരമില്ല. എന്നോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടമാകും എന്ന് അവരെന്നോട് പറഞ്ഞു. അങ്ങനെ 2 വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. 2 വർഷത്തിനൊടുവിൽ അവരെന്നോട് പറയുന്നു, സനൽ നിങ്ങൾ എടാ ചെക്ക, അങ്ങനെ തന്നെ വിളിക്കണം. എന്തുകൊണ്ടറിയോ, പണ്ടൊക്കെ ഞാനൊക്കെ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എയർടെൽ അതേപോലെ ഐഡിയൻ്റെ സിമ്മൊക്കെ ഫ്രീ ഉള്ള സമയത്ത് കണ്ട നമ്പർ എന്നൊക്കെ വിളിച്ചിട്ട് സൂര്യ TV എന്നാണ്. ഇത് എന്നറിയാം, 99 അല്ല 2000-2001 കഥ വരാം കേട്ടോ. ആ സമയത്ത് വിളിച്ചിട്ട് പറയും, ഞങ്ങൾ ഐഡിയ സ്റ്റാർ സിംഗർ എന്നാണ്, നിങ്ങൾ പാട്ട് പാടിത്തരും, അല്ലെങ്കിൽ സൂര്യ TVയിലെ മറ്റേ പരിപാടി എന്നാണ്, നിങ്ങളൊരു പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ ഇവരെയൊക്കെ പറ്റിച്ചേർന്നത്. അതേ യുഗത്തിലടച്ചങ്ങ ഇയാൾ ഇപ്പോഴും കഴിയുന്നത്. എനിക്ക് എന്റെ ജീവൻ തീർന്നു, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെയും എന്റെ മകളുടെയും ജീവൻ അപകടമുണ്ട് എന്ന് അവരെന്നോട് പറയുന്നു. ഞാൻ അതറിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പറയാതിരിക്കണോ? അല്ല ശ്രീ സനൽകുമാർ ശശിധരൻ, ഇതിൽ 2 വിഷയം ഞാൻ ചോദിക്കുന്നത്. ഒന്ന്, താങ്കൾ പുറത്തുവിട്ട ഓഡിയോ അത് ആരുടേതാണ് എന്നുള്ള സ്ഥിരീകരണം ഇല്ലാത്തത്, അത് താങ്കളാണ് പറയുന്നത്. അത് ഇതുവരെ ആർക്കും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നു അത് മഞ്ജു വാര്യരുടേതാണ്. മഞ്ജു വാര്യരുടേതാണെന്ന് ഞാൻ പറയുമ്പോ വെറുതെ ഞാൻ പറയുന്നതാണെങ്കിൽ മഞ്ജു വാര്യരോട് പറയാനല്ലോ, ഇത് മഞ്ജു വാര്യർ എന്റെ അല്ല, വെറുതെയാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവർ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണല്ലോ. അത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കറിയില്ല, കേസ് എന്താണെന്ന് എനിക്കറിയില്ല. അത് സ്ത്രീത്വത്തെ അപമാനിക്കലല്ല, അത് അവരുടേതല്ലെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത്, സനൽ ഇത് എന്റേതല്ല, ഇത് പിൻവലിക്കൂ, ഇതിന് ഇങ്ങനെ പറയൂ എന്നാണ് അവർ പറയേണ്ടത്. അതല്ലാതെ അതൊക്കെ അവർ പറഞ്ഞ അതിന്റെ പുറകെ തൂങ്ങാൻ വേണ്ടിയിട്ടല്ല സത്യത്തില്. 8 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ ശബ്ദരേഖ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഞാനത് ആദ്യം ചെയ്തത് അതിന് വാട്സപ്പില് അവരുടെ ബ്രദറിനും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയും ചെയ്തത്. അരമണിക്കൂറിനകത്ത് എന്റെ വാട്സപ്പ് ബ്ലോക്ക് ആയി. അപ്പോഴാണ് ഞാൻ പബ്ലിക്കായിട്ട് അത് പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇത്ര ദിവസമായി യാതൊരു ചർച്ചയും ഉണ്ടായില്ല, ഒന്നും മിണ്ടിയില്ല, ഒരു കേസും ഉണ്ടായില്ല. 8 ദിവസമായപ്പോൾ ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വന്നപ്പോ ഈ ഒരു കേസ് മിണ്ടരുത്, വേറെ ആരും മിണ്ടരുത്, അവർക്ക് പബ്ലിക്കായിട്ട് മഞ്ജു വാര്യർക്ക് വന്നിട്ട് ഇതേപ്പറ്റി സംസാരിച്ചാൽ എന്താ കുഴപ്പം? ശ്രീ സനൽകുമാർ ശശിധരൻ, അപ്പോഴും ഒരാള് ഇങ്ങനൊരു വിഷയം പറയുന്നു, അത് നിങ്ങൾ കുറച്ചുപേരുടെ ഇടയിൽ നിൽക്കുമായിരിക്കും എന്ന് കരുതുന്നു. ഇത് നിങ്ങൾ പൊതു സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു, സമൂഹ മാധ്യമങ്ങളിൽ തുറന്നു പറയുന്നു, അത് വലിയ ഒരു ഇമേജ് ഡാമേജിങ്ങിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ നോ ആങ്കർ ഡോണ്ട് ഡു അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്നു വിചാരിച്ചതൊന്നുമല്ല. ഈ വേട്ടാവളിയന്മാർക്ക് മൈൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അവരും ഉണ്ടാതിരിക്കുന്നത്. ഇങ്ങനത്തെ ഏതൊക്കെ കുറേ വളിയന്മാർ അവിടെ ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞാൽ അതിന് മൈൻഡ് ചെയ്യാതിരിക്കുകയായിരിക്കും. പ്രാന്തൻ എന്നുള്ള, അതായത് ഏതോ ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു പ്രാന്തൻ എന്നുള്ള കണ്ടീഷനിൽ അവർ ഒഴിവാക്കി വിട്ടു. പക്ഷെ ഇത് കൂടുതലായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ കണ്ട അണ്ടൻ അടകോടന്മാരിൽ എല്ലാവരും ഇതെടുത്തിട്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ചർച്ച ചെയ്ത് തുടങ്ങി. സോറി, അല്ല, ഈ ഒരു സ്ത്രീയുടെ ജീവൻ ആപത്തുണ്ട് എന്ന് അവരെന്നോട് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യുക? അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ അറിയിക്കണം, അതിലേ ചെയ്യാൻ പറ്റൂ. അല്ല, അപ്പൊ അത് ശരിയല്ല എന്ന് അവർ കരുതുന്നു എന്നുള്ളത് കൊണ്ടല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ അത് പറയല്ല ചെയ്യേണ്ടത്. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇത് എന്റെ അല്ല എന്ന് പറയല്ല ചെയ്യേണ്ടത്. താങ്കൾ ഇതിനു മുൻപും ഇത്തരം ചില കാര്യങ്ങൾ ഒക്കെ ഉന്നയിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ തരത്തിൽ എടുത്താൽ മതി. ഇതുവരെ നേരിട്ട് മഞ്ജു വാര്യർക്ക് എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മഞ്ജു വാര്യരുടെ ഓഫീസിൽ കോൺടാക്ട് നിന്ന് അത് അവർ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ ലോകത്ത് സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരാളില്ല. അങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മഞ്ജു വാര്യർ ജീവിച്ചിരിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എന്റെ ലോകത്ത് സനൽകുമാർ ശശിധരൻ എന്നൊരാളില്ല, ഞാൻ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷെ ചിലപ്പോൾ അതാവട്ടോ, നമ്മൾ പറയില്ലേ നമ്മളെ വീട്ടിൽ ഇനി അങ്ങനത്തെ ഒരുത്തൻ നിന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിന്റെ കൈയും കാലും തല്ലി ഒടിക്കുന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷനിലായിരിക്കും ഒരു പക്ഷേ കളഞ്ഞ വഴി സ്വീകരിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ സംസാരിക്കുകയാണ്. അല്ല, ശ്രീ സനൽകുമാർ ശശിധരൻ, നിങ്ങൾ എന്ത് പറയുമ്പോഴും അപ്പുറത്ത് നിന്ന് ഇത് ഏത് തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ താങ്കൾ ഒരു വലിയ കാര്യം പറയുന്നു. അപ്പുറത്ത് നിന്ന് ഞാൻ പറയട്ടെ, ആ ശബ്ദരേഖയിൽ ഞാൻ മാത്രമല്ലല്ലോ സംസാരിച്ചിരിക്കുന്നത്, സംസാരിച്ചിരിക്കുന്നത് അവരുടെ സ്ലാങ് മാറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മഞ്ജു വാര്യർ അറിയാവുന്ന ആളുകൾ കൃത്യമായിട്ട് അറിയാം മഞ്ജു വാര്യരാണെന്ന്. അപ്പോ മഞ്ജു വാര്യർക്ക് വേണമെങ്കിൽ പറയാം ഇതന്നെ. സലീം കുമാറിന്റെ ഡയലോഗ് ഓർമ്മ വരിക, അല്ലെങ്കിൽ ജഗതി ചേട്ടൻ, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല അറിഞ്ഞത്, എൻ്റെ സൗണ്ട് ഇങ്ങനെയല്ല എന്ന് മഞ്ജു വാര്യർ എന്ന് പറയേണ്ടി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ സലീം കുമാർ പറയും ശരിക്കുള്ള മഞ്ജു വാര്യർ ഇതല്ല, ശരിക്കുള്ള മഞ്ജു വാര്യർ എവിടെയോ. അല്ല, എല്ലാ വിഷയത്തിലും പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കഴിയുമോ? അവരെ പോലെ നിൽക്കുന്ന ഒരു നടിക്ക് എല്ലാ വിഷയത്തിലും പൊതുസമൂഹത്തിന് മുന്നിൽ പറയണോ? ഒരു ശല്യമായിട്ട് വരുമ്പോൾ അവർക്ക് ഒരു പോലീസ് കേസിലേക്ക് പോയി ശല്യം പരിഹരിക്കാമെന്നായിരിക്കും വിചാരിക്കുക. അല്ലല്ല, ഞാൻ ചോദിച്ചത് എന്ത് ശല്യമാണ്?
ശല്യമാണെന്ന് പറഞ്ഞിട്ട് 3 വർഷം മുമ്പ് ഒരു കള്ളക്കേസ് കൊടുത്തിട്ട് ആ കേസിൽ തെളിവ് കൊടുത്തോ? അല്ല, ആ കേസ് തള്ളിപ്പോയിട്ടില്ലല്ലോ. ആ കേസ് ഇപ്പോഴും ഉണ്ടല്ലോ. കുറ്റപത്രം കൊടുക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ആ കേസ് താങ്കൾ പറയുന്ന കേസ് പുകഞ്ഞു പോയിട്ടില്ലല്ലോ. 3 വർഷമായിട്ട് ഒരു കേസ് പുകഞ്ഞു പോകുന്ന പറയുന്നത് നിങ്ങൾക്ക് ആദ്യം ആ കേസിനെ പറ്റിയുള്ള ധാരണ വേണം. ഒരു കേസിന്റെ മാക്സിമം ശിക്ഷ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആ 3 വർഷം കഴിഞ്ഞാല് ആ കേസ് സ്വാഭാവികമായിട്ടും പുകഞ്ഞു പോകും. അത് പോരെ, അതിൽ കൂടുതൽ വേണമെന്ന് വിചാരിച്ചിട്ടാണോ? ആ കേസ് കുറ്റപത്രം നൽകാവുന്ന ഒരു സ്റ്റേജിലല്ലേ നിൽക്കുന്നത്? അത് താങ്കൾ പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക എന്ന് മനസ്സിലാവുന്നില്ല. ആ കേസ് റദ്ദാക്കപ്പെട്ടിട്ടില്ലല്ലോ. കുറ്റപത്രമല്ല, ആ കേസിൽ അന്വേഷണമേ നടത്തിയിട്ടില്ല. 2 ഫോൺ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞു, ഒരിടത്ത് അയച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരിടത്ത് അയക്കണമെന്ന് പറഞ്ഞു. 2 ഫോൺ പിടിച്ചു വെച്ചിട്ടുണ്ട്. 3 വർഷമായി. ആ ഫോൺ അഴുകി പോയിട്ടുണ്ടാവും. ഈ കേസിൽ എന്തായാലും അവർ മൊഴി നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിതൊന്ന് മനസ്സിലാവുന്ന ഒരു സംഭവം എന്താ പറയുക, ഈ ന്യൂസ് 18 ആങ്കർ എന്നെ പോലെയാണ്. ഇതിൻ്റെ വലിയ കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇതിനെക്കുറിച്ച് കേട്ടുകൊണ്ട് മാത്രം വീഡിയോ ചെയ്യാൻ വേണ്ടി പൊക്കി പിടിച്ച് വന്നാൽ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അയാളുടെ ഫേസ്ബുക്ക് പേജ് മാത്രം നോക്കിയിട്ട് വീഡിയോ ഈ മൈക്ക് എടുത്തിട്ട് ക്യാമറ എടുത്തിട്ട് ഇവരോട് സംസാരിക്കാൻ വന്നിട്ടുണ്ട്. കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കാതെ തോന്നുന്നുണ്ട് ഈ ചങ്ങാതി. അല്ല, ഇവർക്ക് ഈ ശശിയേട്ടന് ഇവരൊക്കെ മതി. ഇമെയിൽ നിന്നാണ് പരാതി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ അവർ മൊഴി നൽകില്ല എന്നാണോ? എന്നോട് പറഞ്ഞതനുസരിച്ച് മഞ്ജുവാര്യരുടെ ഇമെയില്, മഞ്ജുവാര്യരുടെ ഫേസ്ബുക്ക്, മഞ്ജുവാര്യരുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും കൈകാര്യം ചെയ്യുന്നത് വേറെ ആരോ ആണ്. അവർക്ക് അതിനകത്ത് കൺട്രോൾ പരിമിതമാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അത് മാത്രമേ എനിക്കറിയൂ. ശ്രീ സനൽകുമാർ ശശിധരൻ, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലോ. ഇങ്ങനെ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാർക്കെതിരെയാണ് പറയുന്നത്? ആരാണ് ഇവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അബ്രാം ഖുറേഷി അബ്രാം അല്ലെങ്കിൽ ബോബി, ഇവരാരെങ്കിലും ആയിരിക്കും. ഇയാൾ ചിലപ്പോൾ ആ ലൂസിഫറിന്റെ ലോകത്താവും. എമ്പുരാൻ ഇറങ്ങിയ മാറോ പ്രശ്നം. എനിക്കറിയില്ലല്ലോ. എന്നോട് പറഞ്ഞത് ദിലീപിന്റെ പേര് പറയുമെന്ന് നോക്കിക്കേരുന്നു കേട്ടോ. സത്യം പറഞ്ഞ ദിലീപിന്റെ ഒരു സിനിമയുടെ ഡയലോഗ് ഉണ്ടല്ലോ, അതെ ഭഗവാനെ ഇത് എന്റെ തലയ്ക്കാവുമല്ലോ. ചിലപ്പോ ഇത് ഈ കോലത്തിൽ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇത് ദിലീപ് ഏറ്റെടുക്കേണ്ടി വരും, ഇത് ഇവനെ ഇതാക്കിയ സംഭവം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടിശങ്കറിന്റെ കേസ് നടക്കാൻ പോണത്. വെറുത്ത് അവസാനം കുട്ടിശങ്കറിന്റെ വേറെ രക്ഷ ഉണ്ടായിരിക്കില്ല. നേരിൽ കണ്ട് സംസാരിക്കാനേ പറ്റുള്ളൂ. അതിങ്ങനെ പറയാം, ഫോണിലൂടെ പറയാൻ പറ്റില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ആരാണ് എന്നുള്ള കാര്യം നേരിൽ കണ്ട് സംസാരിക്കാം. 2 വർഷമായിട്ട് താങ്കൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു സൂചന പോലും താങ്കൾക്കില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് റിലേബിൾ ആയിട്ടുള്ള ബന്ധമാണ്? റിലേബിൾ ആയിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷമായിട്ട് രാത്രി പകൽ ഞങ്ങൾ സംസാരിക്കുന്നു. അതില്ല. ആരോ വിളിച്ചൊരു കമ്പിക്കഥ പറയണ രാത്രി പൊട്ടാ പറയട്ടെ, ഞാൻ ബാക്കി തെളിവുകൾ പുറത്തു വയ്ക്കാം. അതായത് ഇവരുടെ ഫോൺ നമ്പറിൽ നിങ്ങളുടെ ഭാഗത്തുണ്ടോ ഇത് തെളിയിക്കാൻ? ഉറപ്പായിട്ടുണ്ട്. അതായത് അവരുടെ നമ്പറിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ടുള്ള ഫോൺ ലിസ്റ്റുകൾ ഉണ്ടോ? ഈ അവരുടെ നമ്പറിൽ നിന്ന് എന്തിനാ വിളിക്കുന്നത്? ഒരാളുടെ ശബ്ദത്തിൽ നിന്ന് വിളിക്കുന്നത്. നിങ്ങൾ വേറെ ശബ്ദത്തിൽ നിന്ന് വേറെ നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാതാകുമോ? അപ്പോൾ വേറെ നമ്പറിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് അല്ല പുറത്തേക്ക് ഒരാൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അത് അയാളാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാനുള്ള തെളിവുണ്ട് കയ്യിൽ? എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. 2 വർഷമായിട്ട് ഞങ്ങൾ അവരല്ലെങ്കിലോ മറ്റാരെങ്കിലും അവരുടെ ശബ്ദത്തിൽ വിളിക്കുകയോ നിങ്ങളെ പറ്റിക്കുകയോ ചെയ്യുന്നതാണെങ്കിലോ? ആരാണ് പറയേണ്ടത്? ഞാൻ പറയുന്നു ഇത് മഞ്ജു വാര്യരാണെന്ന്. ഞാൻ പറയുമ്പോ മഞ്ജു വാര്യരല്ല പറയേണ്ടത്, ഇത് ഞാനല്ല എന്ന് പറയേണ്ടത്. അത് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ പറയണ്ടേ? അല്ല, അതാണല്ലോ കേസ് കൊടുക്കുന്നതിന്റെ അർത്ഥം. താങ്കൾ പറയുന്നത് നിഷേധിക്കുന്നതാണല്ലോ. കേസ് കൊടുക്കുന്നത് താങ്കൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നതും ഒരേ അർത്ഥമാണ്. കേസ് കൊടുക്കുന്നത് ഈ ഇത്ര ദിവസം 10 ദിവസത്തോളം ആയതിനു ശേഷം ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോ മഞ്ജു വാര്യർ പൊതുസമൂഹത്തിൽ സംസാരിക്കേണ്ടി വരുന്ന ഒരു നിർബന്ധിതമായ ഒരു അവസ്ഥ വന്നാൽ അത് സത്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് അവരെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി അടക്കുകയാണ് ചെയ്യുന്നത്. മറ്റാരെങ്കിലും അവരുടെ ശബ്ദത്തിലോ അല്ലെങ്കിൽ അവരാണെന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിലോ? ഞാനോ നിങ്ങളോ അല്ലല്ലോ പറയേണ്ടത്. അത് നിങ്ങളല്ലോ അത് മറ്റാരെങ്കിലും ആണെന്ന് പറയേണ്ടത്. അത് അവരല്ലേ പറയേണ്ടത്. ഇനിയിപ്പോ നാട്ടിലേക്ക് താങ്കൾ തിരിച്ചു വരും. അങ്ങനെയാണെങ്കിൽ കേസിനെ ഫേസ് ചെയ്യാണല്ലോ വേണ്ടത്. നേരെ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാം, മാധ്യമങ്ങളോട് സംസാരിക്കാൻ പറയാം. എന്ത് കേസാണ് എന്നുള്ളതൊക്കെ പിന്നീട് ഞാൻ തീരുമാനിക്കാം. നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? താങ്കൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതുകൊണ്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നാട്ടിൽ ജീവിക്കാനുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ നാട് വിടേണ്ടി വന്നത്. നാട്ടിൽ ഞാൻ മര്യാദ സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ. അപ്പൊ നാട്ടിലേക്ക് താങ്കൾ തിരിച്ചു വരില്ല സ്വാഭാവികമായും. ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു. എനിക്ക് കേരള സംസ്ഥാന സർക്കാരിന്റെ ഏതാണ്ട് 6-7 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡുകൾ ഞാൻ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണല്ലോ ഞാൻ നാട്ടിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെയുള്ള അങ്ങോട്ട് എങ്ങനെയാണോ തനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടാവുക? ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ദയവീത് മഞ്ജുവാര്യരുടെ ശബ്ദത്തിൽ ഇവനോട് സംസാരിച്ചിട്ടുള്ള ലേഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ കാണുന്നവർ ദയവീത് ഈ പോർഷൻ മാത്രം വേണമെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക, എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുക. ഒരു റിക്വസ്റ്റാണ്.
മഞ്ജു വാര്യരുടെ ശബ്ദത്തിൽ ഇവരോട് സംസാരിച്ചിട്ടുള്ള ലേഡി എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ. ഒന്നുകിൽ നിങ്ങൾ അതേ സംസാരം തുടരുക, ഒരു ജുവാവിനെ രക്ഷിക്കുക, ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കാര്യങ്ങൾ തുറന്നു പറയുക, ഇത് ഞാനല്ല എന്ന്, മഞ്ജു വാര്യരല്ല എന്നുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് അതേ ശബ്ദത്തിൽ വീണ്ടും ഒന്ന് വിളിച്ച് പറയേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ യഥാർത്ഥ മഞ്ജു വാര്യർ വന്നിട്ട് ഇത് ഞാനല്ല എന്ന് പറഞ്ഞാൽ പോലും ഈ ചങ്ങാതി വിശ്വസിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്.